വൻ ഹൈപ്പിൽ ഒരു മോഹൻലാൽ സിനിമ വന്നാൽ അത് ഫ്ലോപ്പ് ആവുമോ? പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത് റിലീസായ മരക്കാർ എന്ന സിനിമ ഭീകര കാസ്റ്റിങ്ങിനും വൻ ഹൈപ്പിലും ഒക്കെ റിലീസായിട്ടും ബഡ്ജറ്റിന്റെ പകുതിക്കടുത്ത് മാത്രമാണ് കളക്ഷൻ നേടിയത്. ഇതേപോലെ പലതവണ സംഭവിച്ചിട്ടുണ്ട്. 2010-15 കാലഘട്ടങ്ങളിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന മലയാള സിനിമയായിരുന്നു കാസനോവ. ഫസ്റ്റ് ഡേ കളക്ഷൻ പോലും വൻ രീതിയിൽ നേടിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് തകർന്നടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ സംഭവിച്ച, അതായത് മോഹൻലാലിന്റെ വൻ ഹൈപ്പിൽ ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന് ബോക്സ് ഓഫീസിൽ തകർന്നടിച്ച സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ഹോപ്പുകൾ കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യ സിനിമയാണ് ശോഭരാജ്. 1986 ജെ ശശികുമാർ സംവിധാനം ചെയ്ത് TG രവി, മാധവി, മോഹൻലാൽ തുടങ്ങിയവർ അഭിനയിച്ച ഒരു വലിയ ഹൈപ്പ് സിനിമയായിരുന്നു ശോഭരാജ്. ഈ സിനിമയ്ക്ക് അത്ര ഹൈപ്പ് ഉണ്ടായതിന്റെ പ്രധാന കാരണം ഈ ചിത്രം അമിതാഭ് ബച്ചന്റെ ഡോൺ എന്ന സിനിമയുടെ ഒരു മലയാളം റീമേക്ക് ആയിരുന്നു. ഇതുകൂടാതെ ഡോൺ എന്ന സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് രജനീകാന്ത് ബില്ല എന്ന പേരിൽ വൻ ഹിറ്റ് അടിച്ചു. ഇതുകൂടാതെ ഈ സിനിമ പല ഭാഷകളിൽ റീമേക്ക് പോയി. ഈ ഭാഷകളിലെല്ലാം ഈ സിനിമ വൻ വിജയമായതോടുകൂടി മലയാളത്തിലും വലിയ ഹൈപ്പ് ഉണ്ടായി. എന്നാൽ ആ ഹൈപ്പിനൊപ്പിച്ചുള്ള റെസ്പോൺസ് സിനിമയിൽ നിന്ന് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുള്ള ലാലേട്ടന്റെ പെർഫോമൻസ് പോലും വളരെ ദയനീയമായിരുന്നു. അതായത് ഒരു അധോലോക ഗ്യാങ്സ്റ്ററിനെ ഒന്നും അത്ര മികച്ച രീതിയിൽ തന്നെ ആയിരുന്നില്ല ലാലേട്ടൻ പെർഫോം ചെയ്തത്. ആ കാലത്ത് കൂടുതലായും കോമഡി വേഷങ്ങളും കുടുംബ വേഷങ്ങളും ഒക്കെ ചെയ്തിരുന്ന ലാലേട്ടന്റെ അത്തരം ഒരു ഗെറ്റപ്പ് പോലും ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ സിനിമ ബോക്സ് ഓഫീസിലെ വലിയൊരു ഡിസാസ്റ്ററായി മാറി. 1993 ലാലേട്ടന്റെ ഒരു ഭീകര ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ബട്ടർഫ്ലൈസ് എന്ന സിനിമ. ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം അന്ന് വലിയ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. എന്നാൽ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ ഹൈപ്പിനൊത്ത് പ്രകടനം നടത്താൻ സാധിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയെങ്കിൽ പോലും സിനിമയിലെ ക്യാരക്ടർ മാത്രമാണ് അന്ന് ഏറെ ശ്രദ്ധ നേടിയത്. അതായത് ലാലേട്ടന്റെ പ്രിൻസ് എന്ന കഥാപാത്രത്തിന് ഇന്നും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. തമിഴിലെ അക്കാലത്തെ മുൻനിര സീനിയർ നടനായിരുന്ന നാസറും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തത് ഹൈപ്പ് കൂട്ടാൻ വലിയ പ്രാധാന്യമായി മാറി. ഇതുകൂടാതെ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് കഥ എഴുതിയത് അന്നത്തെ മികച്ച ഫിലിം റൈറ്റർ ആയിരുന്ന AK സാജനായിരുന്നു. അങ്ങനെ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതെ ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയി. 1993 തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു ചെങ്കോൽ എന്ന സിനിമ. ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്. കിരീടം എന്ന മഹാവിജയ സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ ഒരു ഫ്ലോപ്പായാണ് മാറിയത്. എന്നാൽ ഈ സിനിമയും അന്ന് ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് വളരെ വലുതായിരുന്നു. ലോഹിതദാസിന് മികച്ച സ്ക്രിപ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡും ഈ സിനിമയിലൂടെ ലഭിച്ചെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വിജയമായി മാറിയില്ല. ലാലേട്ടന്റെ സേതുമാധവൻ എന്ന കഥാപാത്രത്തിന്റെ തകർച്ചയായിരുന്നു ഈ സിനിമ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ സിനിമ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ നിരാശ മാത്രമായിരുന്നു നൽകാനായത്. അടുത്ത സിനിമയാണ് കാലാപ്പാനി. 1996 കാലാപ്പാനി എന്ന സിനിമ വൻ ഹൈപ്പിലാണ് റിലീസായത്. അതും പ്രിയദർശനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് എന്നത് സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. പ്രഭു, താബു, അമരീഷ് പുരി തുടങ്ങി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർസിന്റെ വലിയൊരു അഭിനിവേശവും ഈ സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ പല ഭാഷകളിലും റിലീസിന് വന്നിരുന്നു. ഹിന്ദി ഭാഷയിലൊക്കെ തന്നെ വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം നിരവധി ഹിന്ദി സിനിമകൾ ആ കാലത്ത് പ്രിയദർശൻ ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു. എന്തായാലും വൻ ഹൈപ്പിൽ വന്ന് ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത ഈ സിനിമയ്ക്ക് വലിയൊരു ബഡ്ജറ്റ് ആയത് സിനിമയുടെ ബോക്സ് ഓഫീസിൽ വലിയൊരു അട്ടിമറി തോൽവി ഉണ്ടാകുകയുണ്ടായി. അതായത് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ബഡ്ജറ്റ് റിക്കവർ ചെയ്യാൻ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ സിനിമ അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിലെ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. എന്നാൽ പോലും ഈ സിനിമയിലെ ലാലേട്ടന്റെ പെർഫോമൻസും സിനിമയുടെ ആ ഒരു മികവുമെല്ലാം ഇന്നും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. But there will be a day every Indian will realize that India has only one religion, that is patriotism. അടുത്ത സിനിമയാണ് പ്രിൻസ്. 1997 സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പ്രിൻസ്. സുരേഷ് കൃഷ്ണ എന്നത് ആ കാലത്തുള്ള തമിഴിലെ വലിയൊരു കൊമേഴ്ഷ്യൽ ഡയറക്ടർ ആയിരുന്നു. അതും ആ സമയത്ത് അദ്ദേഹം ഭാഷ എന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമ രജനീകാന്തിനെ നായകനാക്കി വൻ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയം. ആ സമയത്ത് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു തൊട്ടടുത്ത സിനിമ ഒരു മലയാള സിനിമയാണ്, അതിലെ നായകൻ ലാലേട്ടനും. അതായത് നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റും, യഷിനെ പോലെ ഒരു സ്റ്റാറിനെ ബിഗ് സ്റ്റാർ ആക്കിയ പ്രശാന്തിയിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. ആ സിനിമയിൽ നായകൻ ഉണ്ണിമൂന്തനാണ്.
ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്തരം ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു ശരിക്കും ആ കാലത്ത് ഈ സിനിമ. ഇത് കൂടാതെ ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും അതേപോലെയുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആയിരുന്നു. സിനിമ കണ്ടാലും ഒരു അന്യഭാഷ സിനിമ പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ വൻ ഹൈപ്പിൽ വന്ന ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയമായി. ഒരു ഓണക്കാലത്ത് വന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് വലിയ മികവ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം ലാലേട്ടനെ അതുവരെ കാണാത്ത രീതിയിലായിരുന്നു ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തത് എന്നതാണ്. IB ശശി സംവിധാനം ചെയ്ത് ലാലേട്ടന്റെ 2000 റിലീസായ ശ്രദ്ധ എന്ന സിനിമയും വലിയൊരു ഭീകര ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു. ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അരുൺ പാണ്ഡ്യൻ എന്ന ശ്രദ്ധേയനായ തമിഴ് നടനും ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള അരുൺ പാണ്ഡ്യന്റെ മലയാള സാന്നിധ്യവും ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ വലിയൊരു റീസണായി മാറി. എന്നാൽ ഈ സിനിമ അന്നത്തെ മലയാളത്തിലെ വലിയൊരു കൊമേഴ്ഷ്യൽ ഫെയിലിയർ ആയി മാറിയിരുന്നു. ഈ സിനിമ പിന്നീട് തമിഴിൽ ധൂൾ പോലീസ്, തെലുങ്കിൽ അബി ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം റിലീസായിരുന്നു. എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് അത്ര വലിയ വിജയമാക്കി മാറ്റാൻ സാധിച്ചില്ല. അടുത്ത സിനിമയാണ് പ്രജ. 2001 ജോഷി ലാലേട്ടൻ കോമ്പോയിൽ വന്ന സിനിമയായിരുന്നു പ്രജ. ഈ സിനിമയ്ക്കും ആ കാലത്ത് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. ആറാം തമ്പുരാൻ, നരസിംഹം പോലെയുള്ള വമ്പൻ ആക്ഷൻ സിനിമകൾ ചെയ്ത് ലാലേട്ടൻ പീക്കിൽ നിൽക്കുന്ന സമയത്ത്. ഇതുകൂടാതെ ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നാട്ടുരാജാവ് ടൈപ്പിലുള്ള ഒരു ക്യാരക്ടർ, ഇതുകൂടാതെ സക്കീർ അലി ഹുസൈൻ എന്ന ക്യാരക്ടറും വലിയ ഹൈപ്പ് ഉണ്ടാക്കി. ഈ പടം കണ്ടോ നീ? ലാഹയിൽ വക്കച്ച എന്റെ ഈ കൈ കണ്ടോ നീ? അതും കൂടാതെ സിനിമയിലെ പാട്ടുകളും വൻ തരംഗമായി. അങ്ങനെ ഒരു വലിയ ഹൈപ്പിൽ വന്ന ഈ സിനിമയ്ക്ക് എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു വലിയ പ്രകടനം നടത്താൻ സാധിച്ചില്ല. സിനിമയിലെ ഡയലോഗുകളും ഇതുകൂടാതെ തിരക്കഥയും എല്ലാം ആ കാലത്ത് വലിയ വിമർശനം നേരിട്ടു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ബോക്സ് ഓഫീസിലെ ഒരു പരാജയമായി അന്ന് മാറി. അടുത്ത സിനിമയാണ് താണ്ഡവം. 2002 ഒരു ഓണക്കാലത്തായിരുന്നു താണ്ഡവം തിയേറ്ററുകളിലെത്തിയത്. നരസിംഹത്തിന് ശേഷം ഷാജി കൈലാസ്, മോഹൻലാൽ ടീമിന്റെ സിനിമ എന്നതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ആ ഹൈപ്പിനൊപ്പിച്ച് ഒന്നും തന്നെ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഡബിൾ മീനിങ് കോമഡികളുടെ ഒരു അയ്യര് കളി തന്നെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗ്യാപ്പിലെടുത്ത് വണ്ടി കയറ്റുമ്പോൾ നീ വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ശരിക്കും ഗ്യാപ്പ് ഉണ്ടാവാനേ. അതുവരെ ആ കാലത്ത് ലാലേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന തീരം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രത്തിൽ നിന്ന് മാറി ഒരു വല്ലാത്ത ടൈപ്പ് ക്യാരക്ടറായിരുന്നു ലാലേട്ടൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്, തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന അതേ ഫോർമാറ്റ് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അന്ന് മലയാളത്തിലെ ക്ലാഷ് സിനിമകളോട് പിടിച്ചു നിൽക്കാനായില്ല. അടുത്ത സിനിമയാണ് ചന്ദ്രോത്സവം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വന്ന ചന്ദ്രോത്സവം സിനിമയ്ക്കും വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമയിലെ ചിറക്കൽ ശ്രീഹരി എന്ന ക്യാരക്ടർ ഇന്ന് ഒരുപാട് ഫാൻ ബേസ് നേടിയെടുത്തെങ്കിലും അന്ന് ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയ ഒരു സിനിമയായിരുന്നു ഇത്. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. രാവണപ്രഭുവിന് ശേഷം രഞ്ജിത്ത് ലാലേട്ടൻ കോംബോയിൽ വന്ന ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനേ സാധിച്ചില്ല. അടുത്ത സിനിമയാണ് ബാബ കല്യാണി. ഷാജി കൈലാസ്, മോഹൻലാൽ ടീം ഒന്നിക്കുന്നു. ഇതുകൂടാതെ ലാലേട്ടൻ ഒരു പോലീസ് വേഷത്തിൽ വരുന്നു. ഇതുകൂടാതെ ബിജു മേനോൻ, ഇന്ദ്രജിത്ത് തുടങ്ങി വലിയൊരു താരനിരയും ഈ സിനിമയിലുണ്ട്. പുലിയെയും പൂച്ചയെ അറിയിച്ചേക്ക്, ഞാൻ ചീത്തയാകരുത്, എന്നെ ചീത്തയാക്കരുത് എന്ന്. അതൊക്കെ കൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഒരു ഫെസ്റ്റിവൽ സീസണിലാണ് സിനിമ റിലീസിന് വന്നത്. എന്നിട്ട് പോലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതും ലാലേട്ടന്റെ കരിയറിലെ വലിയൊരു പരാജയമായിരുന്നു. അടുത്ത സിനിമയാണ് അലിബായ്. ഹലോ, ചോട്ടാ മുംബൈ എന്നിങ്ങനെ 2 തുടർ വൻ ഹിറ്റുകൾ നിൽക്കുന്ന സമയത്ത് ഷാജി കൈലാസ് ലാലേട്ടൻ കോംബോയിൽ വന്ന സിനിമയായിരുന്നു അലിബായ്. ഇതുകൂടാതെ കോഴിക്കോട് അങ്ങാടിയിലെ ഒരു ഉസ്താദിനെ പോലെ നടക്കുന്ന ഒരു ക്യാരക്ടർ. ഇതൊക്കെ കൊണ്ട് തന്നെ സിനിമയ്ക്ക് അന്ന് ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് വളരെ വലുതായിരുന്നു. ആ കാലത്തെ സിനിമാ മാസികകളിലൊക്കെ ലാലേട്ടന്റെ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ വർണ്ണിച്ച് ഒരുപാട് പ്രബന്ധങ്ങളും വന്നിരുന്നു. എന്നാൽ ഈ സിനിമയും ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. 2009 ലാലേട്ടന്റെ ഒരു ഭീകര ഹൈപ്പിൽ വന്ന മറ്റൊരു സിനിമയായിരുന്നു റെഡ് ചില്ലീസ് എന്ന സിനിമ. ഷാജി കൈലാസ് ലാലേട്ടൻ കോംബോയിൽ വന്ന ഈ സിനിമ അന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡിനൊപ്പിച്ച ഒരു സിനിമയായിരുന്നു. നിങ്ങൾ സ്വന്തം FM OMR Club FM 94.3 ടൺ കണക്കിന് ഫൺ. സ്റ്റേ ട്യൂൺഡ്. ഈ സിനിമയിലെ റെഡ് ചില്ലീസ് ഗ്യാങ് ഒക്കെ അന്ന് ഉണ്ടാക്കിയ തരംഗവും വേറെ ലെവലായിരുന്നു. ഇതുകൂടാതെ ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡ് സെറ്റർ ആയ ഒന്നായിരുന്നു. ഈ സിനിമയിലെ ബിജു മേനോന്റെ വില്ലൻ ക്യാരക്ടറും വളരെ അൺഎക്സ്പെക്ടഡ് ആയ ഒന്നായിരുന്നു. ഈ സിനിമയിലെ ലാലേട്ടന്റെ OMR എന്ന കഥാപാത്രം പോലും വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. നോ ആർഗ്യുമെന്റ്സ്, എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പോൾ റെഡ് ചില്ലീസ് അല്ല, കില്ലർ ചില്ലീസ്.
ഇതുകൂടാതെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. 2009 ഒരു വാലന്റൈൻസ് ഡേയുടെ അന്നായിരുന്നു സിനിമയുടെ റിലീസ് പോലും. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഹൈപ്പും വളരെ വലുതായിരുന്നു. ലാലേട്ടൻ ഷാജി കൈലാസ് കോംബോയിൽ വന്ന ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയൊരു നിരാശയാണ് പ്രേക്ഷകർക്ക് നൽകിയത്. അടുത്ത സിനിമയാണ് ശിക്കാർ. ശരിക്കും പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ലാലേട്ടൻ സിനിമകളിൽ നിന്ന് മാറി വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഈ ശിക്കാർ എന്ന സിനിമ. ഇതുകൂടാതെ ആ കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു മുൻ നായക നിരയിലേക്ക് വരാനിരുന്ന കൈലാഷും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതുകൂടാതെ തമിഴ് സംവിധായകനായ സമുദ്രക്കനിയും സിനിമയിൽ പ്രധാന വേഷം ചെയ്തു. ഇതും കൂടാതെ സിനിമയിൽ ഒരുപാട് കാടിനുള്ളിൽ വെച്ചുള്ള ഫൈറ്റ് സീനുകളൊക്കെ ലാലേട്ടൻ ഡ്യൂപ്പിടാതെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ശിക്കാർ. എന്നാൽ ഈ ശിക്കാർ എന്ന സിനിമയും ബോക്സ് ഓഫീസിലെ വലിയ പരാജയമായി അന്ന് മാറുകയുണ്ടായി. ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിയെങ്കിൽ പോലും സിനിമ ഡിസർവ് ചെയ്യുന്ന വിജയം സിനിമയ്ക്ക് ലഭിച്ചില്ല. അടുത്ത സിനിമയാണ് കാണ്ഡഹാർ. കീർത്തിചക്ര, കുരുക്ഷേത്ര എന്നിങ്ങനെയുള്ള 2 വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം ആ സിനിമയുടെ 3ാം ഭാഗമായി വന്ന മേജർ മഹാദേവന്റെ കഥ പറഞ്ഞ ഈ സിനിമ വലിയ ഹൈപ്പാണ് ഉണ്ടാക്കിയത്. ഈ ഹൈപ്പിന്റെ പ്രധാന കാരണം സിനിമയിൽ നായകനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ സൂര്യ അവതരിപ്പിക്കും എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. എന്നാൽ ആ കഥാപാത്രം സൂര്യ റിജക്ട് ചെയ്തു. പിന്നീട് ഈ സിനിമയിൽ അമിതാഭ് ബച്ചനും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഉണ്ടായെടുത്ത ഹൈപ്പ് വളരെ വലുതായിരുന്നു. അതായത് അമിതാഭ് ബച്ചൻ ആദ്യമായാണ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. എന്നാൽ ഈ സിനിമയും അന്ന് ബോക്സ് ഓഫീസിലെ ഒരു ഡിസാസ്റ്ററായി മാറിയ സിനിമയായിരുന്നു. അടുത്ത സിനിമയാണ് കാസനോവ. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് അതുവരെ ഉണ്ടായിരുന്ന ലാലേട്ടൻ സിനിമ എന്നല്ല, അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയാണ് കാസനോവ. ഞാൻ കാസനോവ, പ്രണയിച്ച് കൊതിതീരാത്തവനെന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഒടിയൻ കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഇത്രയും ഹൈപ്പിൽ വന്നൊരു സിനിമ പിന്നീട് ഉണ്ടായിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അതുപോലത്തെ ഹൈപ്പും പ്രമോഷനുമായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. റോഷൻ ആൻഡ്രൂസിന്റെ കരിയറിലെ ഏറ്റവും ചിലവേറിയ സിനിമ. ഇതുകൂടാതെ മലയാള സിനിമയിലെ ആ കാലത്തെ ഏറ്റവും ചിലവേറിയ സിനിമ. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമയ്ക്ക് എന്നാൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് നേടിയെങ്കിലും സിനിമ പിന്നീട് അങ്ങോട്ട് ഉയർന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു വലിയ ഡിസാസ്റ്ററായി മാറി. ഇന്ന് ഒരുപാട് ട്രോൾ മെറ്റീരിയലായി മാറുന്നുണ്ടെങ്കിലും ഈ സിനിമ അന്നത്തെ വലിയൊരു ഹൈപ്പ് സിനിമയായിരുന്നു. 2013 ലാലേട്ടൻ ജോഷി കോംബോയിൽ വന്ന് പ്രേക്ഷകരെ വലിയ നിരാശയിലാക്കിയ ഒരു സിനിമയായിരുന്നു ലോക്പാൽ എന്ന സിനിമ. നമ്മൾ തമിഴിലൊക്കെ കണ്ടു മറന്ന അന്യൻ, ഇന്ത്യൻ എന്ന സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു മേക്ക് ഓവർ ഒക്കെ നടത്തി ലാലേട്ടൻ ഒരു വ്യത്യസ്തത പരീക്ഷിച്ച സിനിമയായിരുന്നു ഈ ചിത്രം. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയൽ ആയ ഒരു സിനിമയാണ് ലോക്പാൽ എന്ന സിനിമ. SN സ്വാമി കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലാലേട്ടൻ വിവിധ തരം ഗെറ്റപ്പിലൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായി മാറിയില്ല. സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ഹൈപ്പ് അന്ന് ഓഡിയൻസ് കൊടുത്തിരുന്നു. ഇങ്ങനെ ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുത്തതിന്റെ പ്രധാന കാരണം സിനിമയിൽ ലാലേട്ടന്റെ ഒരുപാട് ഗെറ്റപ്പുകളായിരുന്നു. എന്നാൽ ആ ഗെറ്റപ്പുകൾക്കുള്ളതുപോലുള്ള റിസൾട്ട് സിനിമയ്ക്ക് ലഭിക്കാൻ സാധിച്ചില്ല. 2014 ഒരു ഓണക്കാലത്ത് റിലീസായി വലിയ ബോക്സ് ഓഫീസ് ഫെയിലിയർ ആയ ഒരു സിനിമയായിരുന്നു പെരിച്ചാഴി. വലിയ ബോക്സ് ഓഫീസ് ഫെയിലിയർ എന്തെന്നാൽ ആ സിനിമ ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയെങ്കിലും സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പിനൊത്ത രീതിയിൽ ആ സിനിമ ഒരു ഫെയിലിയർ തന്നെയാണ്. കാരണം ലാലേട്ടന്റെ രീതിയിലുള്ള ഒരു സ്പൂഫ് സിനിമയായിരുന്നു ഇത്. അതായത് നമ്മൾ ആറാട്ടിലൊക്കെ കാണുന്നത് പോലെ ലാലേട്ടന്റെ തന്നെ പല പല ഐക്കോണിക് സിനിമകളെയും സീനുകളെയും എല്ലാം ഈ സിനിമയിൽ സ്പൂഫ് അടിച്ചു പോകുന്നുണ്ടായിരുന്നു. സാധനം കയ്യിലുണ്ടോ? ഇതുകൂടാതെ ഈ സിനിമയിൽ ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെ കോമഡി കൈകാര്യം ചെയ്തു. അതായത് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് കോമഡി ഫൺ റൈഡ് ചെയ്തത്. മോഹൻലാൽ, മുകേഷ്, ബാബുരാജ്, അജു വർഗീസ് തുടങ്ങി ഒരു വലിയ കോമഡി താരനിര ഉണ്ടായിട്ട് പോലും ഈ സിനിമയെ അന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു ഹിറ്റാക്കി മാറ്റാൻ സാധിച്ചില്ല. അടുത്ത സിനിമയാണ് ലൈല ഓ ലൈല. റൺ ബേബി റൺ എന്ന വിജയ സിനിമയ്ക്ക് ശേഷം അതേപോലെ ഒരു കോംബോ വന്ന സിനിമയായിരുന്നു ലൈല ഓ ലൈല. സിനിമ സംവിധാനം ചെയ്ത ജോഷി ഈ സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പും വളരെ വലുതായിരുന്നു. എന്നാൽ ഈ സിനിമയും അന്ന് ബോക്സ് ഓഫീസിലെ വലിയ പരാജയമായിരുന്നു. ഇതുകൂടാതെ ഈ സിനിമയിൽ അന്ന് തമിഴിലെ മുൻനിര നായകനായിരുന്ന സത്യരാജും ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്നു. എന്നാൽ ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. ലാലേട്ടൻ രഞ്ജിത്ത് കോംബോയിൽ എന്ന് സിനിമകൾ വന്നാലും അതിന് ഹൈപ്പ് ഉണ്ടാവും എന്നതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു ലോഹം എന്ന സിനിമ. 2015 ലാലേട്ടൻ, രഞ്ജി പണിക്കർ, ആൻഡ്രിയ, അജ്മൽ അമീർ തുടങ്ങി ഒരു വലിയ താരനിര ഉണ്ടായിരുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലെ അന്നത്തെ ഒരു വലിയ ഫ്ലോപ്പായി മാറി. Gandhinagar 3rd Street. സെക്കൻഡ് അല്ല, ഈ സിനിമയ്ക്ക് എന്നാൽ അന്ന് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിരുന്നു. എന്നാൽ ആ ഹൈപ്പിനൊത്തുള്ള യാതൊരു റിസൾട്ടും സിനിമയ്ക്ക് ലഭിക്കാൻ സാധിച്ചില്ല. സിനിമ ഏകദേശം ഒരു ഓണക്കാലത്താണ് റിലീസ് ആയതെങ്കിൽ പോലും സിനിമ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് വളരെ വലുതായിരുന്നു. എന്നെ ഇതുവരെ ഞാൻ തന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് ആ ഹൈപ്പിനൊത്തുള്ള റിസൾട്ട് സിനിമയ്ക്ക് ലഭിക്കാൻ സാധിച്ചില്ല. ഒരു പാട്ട് കൊണ്ട് ലാലേട്ടൻ സിനിമ ഒരു ഭീകര ഹൈപ്പിൽ കയറിയെങ്കിൽ അതിനുള്ള ഉദാഹരണമായിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമ.
2017 ഈ ഒരു ഗാനം നമ്മൾ കേൾക്കാത്ത ദിവസം പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ജിമിക്കി കമ്മൽ ഗാനം ഇന്ത്യ ഒട്ടാകെ അലയടിച്ച ഒരു വർഷമായിരുന്നു അത്. എന്നാൽ അക്കാലത്ത് ഒരു ഓണം റിലീസായി എത്തിയ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല. ലാലേട്ടന്റെ വിവിധ തരത്തിലുള്ള ഗെറ്റപ്പ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ലാലേട്ടന്റെ ഇമോഷണൽ സീനൊക്കെ അന്ന് വലിയ ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. എന്തായാലും ഈ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ യാതൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ല. ലാലേട്ടന്റെ ഒരു ഹൈപ്പിൽ വന്ന് വലിയ ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ ആയ സിനിമ കൂടിയായി ഇത് മാറി. 2017 ഒരു വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു വില്ലൻ എന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായതിന്റെ പ്രധാന കാരണങ്ങളൊന്ന് തമിഴ് നടനായ വിശാൽ ഈ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തു എന്നതുകൂടിയാണ്. இப்போ சொல்லுங்க, நம்மள யார் வில்லன்? മോഹൻലാൽ, വിശാൽ, തെലുങ്കിൽ നിന്ന് ശ്രീകാന്ത്, രാശി ഖന്ന, ഹൻസിക, അങ്ങനെ ഒരു വലിയ പാൻ ഇന്ത്യൻ താരനിര തന്നെ ഉണ്ടായിരുന്നു ഈ സിനിമയിലെ. ലാലേട്ടന്റെ ലുക്ക് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് വളരെ വലുതായിരുന്നു. അതായത് ലാലേട്ടന്റെ ആ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ യൂത്ത് ഓഡിയൻസ് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഹൈപ്പ് എന്നാൽ സിനിമ റിലീസായ സമയത്തും കൊടുമുടി കയറി. അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിയവർക്ക് ഒരു മെമ്മറീസ് വൈബായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമ അന്നത്തെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാതെ വലിയൊരു കൊമേഴ്ഷ്യൽ ഫെയിലിയറായി അന്ന് മാറി. അടുത്ത സിനിമയാണ് ഒടിയൻ. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടെ നീ ഒന്ന് കാണും. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് ലാലേട്ടന്റെ കരിയറിലെ തന്നെ ബ്രേക്ക് ത്രൂ ആവുമെന്ന് നമ്മൾ കരുതിയ ഒടിയൻ എന്ന സിനിമ. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും ലാലേട്ടന്റെ ഒരുപാട് കാലത്തെ ഹാർഡ് വർക്കും അദ്ദേഹത്തിന്റെ എഫേർട്സും എല്ലാം വെറുതെ ആയി പോയ സിനിമ കൂടിയായിരുന്നു ഈ ഒടിയൻ എന്ന സിനിമ. അടുത്ത സിനിമയാണ് മരക്കാർ. 2022 ഒരു ഡിസംബർ മാസം റിലീസിന് വന്ന് ഇൻഡസ്ട്രിയുടെ തന്നെ ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി. ഈ യുദ്ധം നമ്മൾ ജയിക്കും. സുനിൽ ഷെട്ടി, അർജുൻ സാർജ, പ്രഭു, കീർത്തി സുരേഷ് തുടങ്ങി ഒരുപാട് താരങ്ങൾ വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലെ വലിയ ഡിസാസ്റ്ററായി. പ്രിയദർശന്റെ കരിയറിലെ ഒരു ഡ്രീം പ്രോജക്റ്റ് കൂടിയായിരുന്നു ഈ സിനിമ. ലാലേട്ടൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ലോക്കൽ വേഷത്തിൽ വരുന്നു. അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ മീശവിരി, കൊണ്ടുവറിച്ചടി അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീണ്ടും കാണുന്നു എന്നൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത സിനിമയായിരുന്നു ആറാട്ട്. ബി ഉണ്ണികൃഷ്ണൻ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടനെ വെച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇതേ ആറാട്ട് എന്ന സിനിമ. ഉദയകൃഷ്ണയ്ക്ക് ഏറ്റവും അധികം ട്രോള് കിട്ടിയ ഒന്നുകൂടിയായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. ഒരു ലാലേട്ടനെ വീണ്ടും ആറാം തമ്പുരാനിലൊക്കെ കണ്ട അതേ വൈബിൽ തന്നെ പ്രേക്ഷകരെ കാണാം എന്നുള്ള പ്രതീക്ഷകൾ കാരണം ഹൈപ്പ് കൊടുമുടി കയറി ഈ സിനിമ. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ഡിസാസ്റ്ററായി മാറി. മരക്കാറിന് ശേഷമുള്ള ലാലേട്ടന്റെ അടുത്ത സിനിമ എന്നതുകൊണ്ട് അത്ര വലിയ ഹോപ്പ് ഇല്ലായിരുന്നെങ്കിൽ പോലും സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ കാണണം വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നീട് ഡിസാസ്റ്ററായി മാറിയ സിനിമയായിരുന്നു ഇതേ ആറാട്ട് എന്ന സിനിമ. മലക്കോട്ടെ വാലിബനും വലിയൊരു ഹൈപ്പാണ് അന്ന് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഒട്ടും ആളുകൾക്ക് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ സിനിമകൾ ചെയ്യാത്ത സാക്ഷാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയും ലാലേട്ടനും ഒന്നിച്ചൊരു സിനിമ. അതും ലാലേട്ടന്റെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്ത രീതി. ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു. പോര് കഴിഞ്ഞ് പോകുമ്പോ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടല്ലൂരി തരാം. ഇതും കൂടാതെ സിനിമയിലേക്ക് ഋഷഭ് ഷെട്ടിയൊക്കെ വരുമെന്ന് പറഞ്ഞ് ഒരു ഭീകര ഹൈപ്പ് വന്ന് ഉണ്ടാക്കി. അങ്ങനെ ഹൈപ്പിനെ കൊടുമുടി കയറ്റി. എന്നാൽ ഫസ്റ്റ് ഡേ മുതൽ തന്നെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് വന്നത് സിനിമയുടെ ബോക്സ് ഓഫീസിനെ വലിയ രീതിയിൽ ബാധിച്ചു. അങ്ങനെ സിനിമ ബോക്സ് ഓഫീസിലെ ഒരു വലിയ പരാജയമായി അന്ന് മാറുകയുണ്ടായി. ഇനി വരാനിരിക്കുന്നതാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. അതെന്താവുമെന്ന് നിങ്ങൾ തന്നെ പറയുക. ലാലേട്ടന്റെ വൻ ഹൈപ്പിൽ വന്ന് ഫ്ലോപ്പ് ആയതും ആവറേജിൽ ഒതുങ്ങിയതുമായ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.